ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിൽ 26 കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതിൽ തനിക്ക് പങ്കില്ലെന്ന് മുൻ മാനേജർ മധു ജയകുമാറിന്റെ വീഡിയോ സന്ദേശം. ആരോഗ്യ പ്രശ്നം കാരണമാണ് താൻ വടകരയിൽ നിന്ന് മാറിയത് എന്നും വിശദീകരണം. പോലീസ് അന്വേഷണം തുടരുമ്പോഴാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തുവന്നത്. ഞാൻ ചെയ്യാതെ തെറ്റിക്ക് എന്നെ നായ പോലെ ഇങ്ങനെ അളയി വെക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം ഞാൻ എത്ര ഒരു പെർഫോമൻസ് ചെയ്ത മാനേജറിന്. എൻ്റെ ലൈഫ് സേവ് ചെയ്യണം പ്ലീസ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്. അഭിജിത്ത്, ഈ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് എന്താണ് അഭിജിത്ത്? ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഈ മധ ജയകുമാറിന്റെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വരുന്നത്. ഇയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ നിലവിലൊരു വ്യക്തതയില്ല. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ഈ വീഡിയോ സന്ദേശത്തിലൂടെ ഇയാൾ പറയാൻ ശ്രമിക്കുന്നത് താൻ നിരപരാധിയാണ്, താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് പഴി കേൾക്കുന്നത്, താൻ ഒരു നായയെ പോലെ അലയുകയാണ്. ഈ നാട്ടിൽ അന്വേഷിച്ചാൽ, വടകരയിൽ അന്വേഷിച്ചാൽ തന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, തൻ്റെ കരിയർ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ചില ജീവനക്കാർ, അതായത് ഇപ്പോഴുള്ളതും മുൻപ് ബാങ്ക് ഓഫ് ബറോഡയുടെ വടകര ശാഖയിൽ ജോലി ചെയ്തിരുന്നതുമായ ചില ജീവനക്കാരാണ് തന്നെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. തനിക്ക് ഈ പറയപ്പെടുന്ന കാര്യത്തിൽ യാതൊരുവിധ പങ്കുമില്ല എന്നാണ്, ആ രീതിയിലുള്ള ഒരു അവകാശവാദമാണ് നിലവിൽ ഈ പ്രതി ചേർക്കപ്പെട്ട മധ ജയകുമാർ ഉന്നയിക്കുന്നത്. ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 17 കോടിയോളം രൂപ വിലമതിക്കുന്ന 26 കിലോ സ്വർണമാണ് നഷ്ടമായത്. പിന്നീട് വന്ന ബാങ്ക് മാനേജർ ഇർഷാദ് നടത്തിയ പരിശോധനയിലാണ് ഈ സ്വർണം നഷ്ടമായ വിവരം അറിയുന്നതും പിന്നീട് വടകര പോലീസിൽ പരാതി നൽകുന്നതും പോലീസ് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിനിടയിലാണ് വടകരയിലെ ചില പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോണിലേക്ക് ഈ ഒരു സന്ദേശം ഈ പോലീസ് തിരയുന്ന പ്രതിയായ മധ ജയകുമാർ അയച്ചു നൽകിയത്. അതിൻ്റെ ആ ഒരു പ്രതികരണമാണ് നാം ഇപ്പോൾ കേൾക്കുകയും ചെയ്തത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. താൻ നിരപരാധിയാണ് എന്ന അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ മധ ജയകുമാർ ഈ വീഡിയോ സന്ദേശത്തിലൂടെ. ഉന്മേഷ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.